ഈ ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും സ്വന്തം വീട്ടിൽ കിട്ടുന്ന സന്തോഷം സുഖമൊന്നും കിട്ടത്തേയില്ല. അങ്ങനെ എന്റെ വീടിന്റെ മുറ്റത്ത് നിറയെ പൂത്തുകിടന്ന മാവുന്ന ഒരു മാങ്ങ ഞാൻ അടിച്ചു മാറ്റി. അമ്മാരും അറിഞ്ഞിട്ടില്ല. നടക്കാൻ പോകേണ്ടി അമ്മ വിളിച്ചപ്പോൾ അന്യന്റെ പറമ്പിലെ മാവാണെങ്കിലും എനിക്ക് മാങ്ങ വേണം, മാങ്ങ ഈസ് ഓൾ ടൈം ഫേവറേറ്റിനോ. അങ്ങനെ ആ മാങ്ങ കഷ്ടപ്പെട്ട് ഞാൻ വലിഞ്ഞു കയറി പറിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി നീ ഇനിയെങ്കിലും ഒന്ന് നന്നാവോ, ഇത്രയും പ്രായമായില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഇല്ല, നന്നാവൽ എന്റെ ഡിക്ഷണറിയിലില്ല. അങ്ങനെ ഞാൻ വേറെ ആരുടെ സഹായം കിട്ടാതെ അനിയത്തെ വിളിച്ചു. അവള് വന്നിട്ട് അവളുടെ എല്ലാ ശക്തി വെച്ച് പിടിച്ചു തന്നിട്ട് പണ്ടാരം കിട്ടുന്നില്ലല്ലോ, എടി നിനക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ കോടയൊക്കെ ഇട്ടിട്ട് ഇവളെ കൊണ്ട് എന്നപ്പോൾ എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ അത് പറിച്ചെടുത്തു. കണ്ടോ, ഒരു ട്രോഫിയെ കൊണ്ടുവരുന്ന വിജയാഹ്ലാദമാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കൊണ്ടുവന്ന് ഞാൻ കുനുകുനാന്നരിഞ്ഞ് ഉപ്പും മുളകും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടൊരു മിക്സ് അങ്ങ് ഉണ്ടാക്കി എൻ്റെ മോനെ അതങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉറക്കം അങ്ങ് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഉറങ്ങി എണീറ്റ് വെച്ച് പോക്കുവെയിൽ കൊള്ളാന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. കാരണം അതിന് മുന്നേ ഉള്ള വെയിൽ കൊണ്ടാൽ പിന്നെ പോകാനും വരാനും ഒന്നും ആളുണ്ടാവില്ലേ. അതാണ് ഇപ്പോഴത്തെ വെയിലിന്റെ അവസ്ഥ. അങ്ങനെ ഇച്ചിരി വെയിലൊക്കെ കൊണ്ടപ്പോൾ അങ്ങനെ സുഖപ്പെട്ടങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കുറെ കിളികളുടെ ആരവം എന്ന് പറയോ എനിക്കറിയില്ല കേട്ടോ, എന്തോ പറയും. അത് കേട്ട് ഞാൻ അവിടെ ഇരുന്നു. ഇതാണ് ഞാൻ, ഒരു അൽക്കുലത്ത് പരിപാടിയില്ല, അത് ഇങ്ങനെ ഇരിക്കും എന്നെ വീട്ടിൽ വന്നാൽ കാണാൻ. കാരണം എനിക്കതിലൊരു വിഷമമില്ല. കാരണം നമുക്ക് നമ്മളായി ഇരിക്കാനും നമ്മളെ തണലും ചൂടും അനുഭവിക്കണം നമ്മുടെ സ്വന്തം വീട്ടിലാണ്. ഇത് ഐ എം സോ ലക്കി. ഭഗവാനെ ഈശ്വരാന്ന് വിളിച്ചു അമ്മ, എന്നാ നമുക്ക് ഭഗവാൻ ഈശ്വരനെ കാണാൻ പോവാം. അങ്ങനെ പോയി കുളിച്ച് റെഡിയായ ഒരു സാരിയൊക്കെ ചുറ്റി ഗ്ലാമറായിട്ട് താഴെ വന്ന് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ, അല്ലെങ്കിൽ എൻ്റെ ഏരിയയിൽ ഞാൻ കുറച്ച് ഫേമസ് ആണ്, എന്നെ വീണ്ടും ഫേമസ് ആക്കണ്ട രേവതി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ശരി, നീ ഇത്രയും വിളിച്ചല്ലേ, ഞാൻ ചിരിക്കാം, ഹി മതിയോ പാവം അമ്മ. അതിനുശേഷം നേരെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലെത്തിയപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല, സോ അവിടം വരെ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ തൊഴുത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, മലയാളി തനിമ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തു. പിന്നെ അവിടെ ഒരു ബലൂൺ ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടനെ പറ്റിച്ച് കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങി. എന്നിട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ സ്പീഡിലായി. എന്താണെന്ന് അറിയോ, പുറകിൽ അമ്മയ്ക്കൊരു കമ്പനി കിട്ടി. ആ കമ്പനിയുടെ കൂടെ ഞാൻ നടന്ന നാളത്തേക്ക് ആ കമ്പനി ഉണ്ടാവില്ല. അതാണ് ഈ സംസാരം. സോ നാളെ കാണാം, ബൈ.